ഹായ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും കൂടി ചെയ്തേക്കണം. അപ്പോൾ നമ്മളിന്ന് തംബ്ലൈന് കണ്ട പോലെ തന്നെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ പീരിയഡ്സ് ആണ്. സോ ഞാൻ കോളേജിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ പീരിയഡ്സ് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം എല്ലാവർക്കും ഒരുപോലെയല്ല പീരിയഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ പെയിൻ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കുണ്ടാവുന്ന പെയിൻസ് എന്ന് പറയുന്നത് വയറുവേദന, കാലുവേദന, ഇപ്പോഴായിട്ട് തുടങ്ങിയൊരു മെയിനായിട്ടുള്ള ഒരാളും കൂടിയാണ് ഛർദി, പിന്നെന്താ തലവേദന, ഇതിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ഇതൊക്കെ. അപ്പം അതൊന്നും അല്ല ഇതിലെ വിഷയം എന്ന് വെച്ചാൽ പീരിയഡ്സ് ടൈമിൽ പെൺകുട്ടികൾ നല്ലോണം വയറുവേദന വന്നിട്ട് അതുപോലെ ഛർദിക്കും എന്ന് വെച്ചിട്ട് ആ ഒരു ടെൻഡൻസി കൊണ്ട് മെയിൻലി ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും പീരിയഡ്സ് ടൈമിൽ ഫുഡ് കഴിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഫുഡ് കഴിക്കാൻ പറ്റാതെ, അതായത് വയറുവേദന ഭയങ്കരമായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാണ്ടിരിക്കുന്നവർക്കും അതുപോലെ ഛർദിൽ വരുന്നവർക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ഒന്നാമതെന്ന് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിൽ പീരിയഡ്സ് ആവുന്ന ഒരു സമയം രാത്രി ആണെങ്കിൽ, അതായത് രാത്രി ഒരു ഒരു വൈകുന്നേരം 7:30 8 മണിക്കൊക്കെയാണ് നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നതെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, രാത്രി നിങ്ങൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത്, അതിപ്പോൾ ചിലവർ രാത്രിക്ക് ചായ ആയിരിക്കും കുടിക്കുക, പക്ഷെ ചിലവർ ചോറ് കഴിക്കും. പക്ഷെ മെയിൻലി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചോറ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം ചിലവർ ഡയറ്റ് കൊണ്ട് ചോറ് കഴിക്കാത്തവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു സമയത്ത് നമ്മൾ ഡയറ്റ് വെച്ചിട്ടോ ഒരു കാര്യത്തിൽ ഒരു കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ തന്നെയാണ് ആ ഒരു സമയത്ത് നമുക്ക് അനുഭവിക്കാൻ അത് പറ്റണമെന്നില്ല. അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതേപോലെ സെയിം എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക, ഈ വീഡിയോ ഒന്ന് കാണുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് എല്ലാവരും പീരിയഡ്സ് ആവുന്ന പല ടൈമിലാണ്. ചിലവർ രാത്രിക്കായിരിക്കാം, രാവിലെ ആയിരിക്കാം, പകലായിരിക്കാം, പല സമയങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ പീരിയഡ്സ് ആവുന്ന ഒരു സമയം രാത്രി ഒരു 8 മണി, 7:30, 8 മണി, 9 മണി എന്നീ ടൈമിലാണെങ്കിൽ നിങ്ങൾ രാത്രി ഫുഡ് കഴിക്കുമല്ലോ. നിങ്ങൾ ചായ ആയിരിക്കും ചിലവർ കുടിക്കുക, പക്ഷെ ചിലവർ എന്തായാലും ചോറായിരിക്കും കഴിക്കുക. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് ചോറും കൂടെ കഴിക്കുക. സാധാരണ നിങ്ങൾ ചോറ്, ഇപ്പം നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ചോറ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചായ തന്നെ കഴിക്കുന്ന സാധനത്തിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ആ ഒരു രീതിക്ക് തന്നെ കഴിക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ചോറാണ് കഴിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ചോറിൻ്റെ ഒരു റിലേറ്റബിളായിട്ട് പറഞ്ഞു തരാം. അപ്പം ഞാനൊരു പീരിയഡ്സ് ആവുന്ന ഒരു 7 മണി അല്ലെങ്കിൽ 6:30 വൈകുന്നേരമൊക്കെ പീരിയഡ്സ് ആയി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയാണ്, നല്ല വയറുവേദനയാണ്. സാധാരണ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ രാത്രി പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നാറില്ല. പക്ഷെ രാവിലെയാണ് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി എനിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ രാത്രി ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, രാത്രിക്ക് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ ഞാൻ ഒന്നും കഴിക്കാണ്ട് കിടക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്കിഷ്ടപ്പെട്ട, അതായത് ചോറ്, സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു കയ്യിൽ അത്രേ കഴിക്കത്തുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല കഴിക്കേണ്ടത്. അതായത് എപ്പോഴും കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ചോറ് അല്ലെങ്കിൽ ഇരട്ടി അപ്പം കഴിക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾ കഴിക്കുക, ചായ കുടിക്കുക, അതൊക്കെ കുറച്ചും കൂടി നല്ലോണം കുടിക്കുക. അങ്ങനെ പിന്നെ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി, കാരണം നമുക്കിങ്ങനെ കഴിക്കാൻ കഴിയില്ല. കാരണം കഴിക്കാത്തവരാണെങ്കിൽ ഇറങ്ങത്തില്ല, മതി. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കറിയും കൂടെ ആണെങ്കിൽ, അപ്പോൾ ഒരു 2 കയ്യിൽ ചോറും, സാധാരണ ഒരു കയ്യിൽ കഴിക്കുന്നവരാണെങ്കിലാണ് ഞാൻ കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് 2. അപ്പം നിങ്ങൾ നല്ലോണം കറിയും കൂട്ടി ഒരു നല്ലോണം ചോറ് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വയറ് നിറഞ്ഞു തോന്നുന്നുണ്ടാവും. പക്ഷെ എങ്കിലും അടുത്ത ചോറ് മൊത്തമായിട്ട് നിങ്ങൾ, അതായത് മതിയെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിലും നിങ്ങളത് കഴിക്കണം. പിന്നെ അതിനോടൊന്നിച്ച് തന്നെ 2-3 ഗ്ലാസ് നല്ല ചൂടുവെള്ളം കൂടി കുടിക്കുക. ഇതാണ്. എന്നിട്ട് നിങ്ങളൊന്ന് കിടന്നു നോക്കൂ. കാരണം അപ്പോൾ നമ്മളെ വയറുവേദനയ്ക്ക് എന്താ പറയുക, നമുക്ക് വേദന എടുക്കുന്ന ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ വയറ് നല്ലോണം നിറഞ്ഞു. അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാനുള്ള ആ ഒരു ഇത് മൈൻഡിൽ ഇങ്ങനെ വരും, ആ ഉറക്ക് വരും നമുക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതറിയില്ല. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒത്തിരി പെൺകുട്ടികൾ ഫുഡൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഈ സമയങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ
രാവിലെ അതായത് രാവിലെ ഒരു 3 മണി ആ ഒരു സമയത്ത് പീരീഡ്സ് ആവുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിശന്നിരിക്കാൻ, അതായത് രാത്രി വിശന്നിരിക്കാൻ പാടില്ല, പക്ഷെ രാവിലെ വിശന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു രാവിലെ ഒരു 11:30 അല്ലെങ്കിൽ 12:30 വരെ ഒന്നും കഴിക്കരുത്. ആ രാവിലെ എണീച്ച് പല്ല് തേച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കരുത്. 12:30 വരെ നിങ്ങൾ ഒന്നും കഴിക്കാണ്ടിരിക്കുക. അതാണ് മെയിനായിട്ട്. കാരണം നമ്മുടെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രാവിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. രാവിലെ നിങ്ങൾ എന്ത് കഴിക്കാതിരിക്കുക, ഒന്നും കഴിക്കാതിരിക്കുക, 12 വരെ ഒന്നും കഴിക്കാണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചു തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു പെയിൻ, അതായത് എൻ്റെ എക്സ്പീരിയൻസ്, എനിക്കൊരു ദിവസമാണ് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ പെയിൻ ഒരു ദിവസം എന്നുള്ളത് ഒരു 4-5 മണിക്കൂറായിട്ട് ഒതുങ്ങാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ ഒരു 12 വരെ ഒന്നും കഴിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രാവിലെ ചായയും പിന്നെ 3 മണിക്ക് ചോറും എല്ലാം കഴിക്കാം. പിന്നെ നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണ്, അതായത് എന്താ പറയുക, പെയിൻ ആയതുകൊണ്ട് വീട്ടിൽ കോളേജിൽ പോവാതെ അല്ലെങ്കിൽ ക്ലാസ്സിന് പോവാതെ അല്ലെങ്കിൽ ജോലിക്ക് പോവാതെ അല്ലെങ്കിൽ വീട്ടിൽ, അതായത് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കൂടിയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, രാവിലെ ഇപ്പം കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവരോടാണ് പറയുന്നത്. അതായത് നമ്മൾ രാവിലെ, അതായത് എണീച്ചപ്പാട് നമ്മൾ ചായ അപ്പവും കഴിക്കുക. ഈ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ നമുക്കിങ്ങനെ ഛർദ്ദിക്കാൻ വന്നുകൊണ്ടിരിക്കും ഈ കഴിച്ച സമയത്ത്. അതായത് കഴിച്ചൊരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും. അതുപോലെ തന്നെ നന്നായിട്ട് വയറും വേദനിക്കും. അതെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവലായിരിക്കും വേദനിക്കുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ പറയുന്ന കാര്യം എത്രത്തോളം ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ഛർദ്ദിച്ച് തന്നെ കളയണം. അതായത് നമ്മുടെ തൊണ്ടയിൽ കൈയിട്ട് ഛർദ്ദിക്കുക എന്നാണ് ഇവിടെ പറയുക. അതായത് 2 വിരലുകൊണ്ട് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ കൈയിടുന്ന സമയത്ത് നമ്മൾ ഛർദ്ദിച്ച് കളയും. അപ്പം നമ്മുടെ വയറ്റിലുണ്ടാവുന്ന എന്താ പറയുക, ആ ഒരു ഫുഡൊക്കെ ഛർദ്ദിച്ച് അങ്ങ് പോവും. ഈ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കുടിക്കാൻ പാടില്ല. അതായത് ഛർദ്ദിച്ച് കഴിഞ്ഞ് വായ കഴുകിയിട്ട് വന്നിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് കിടക്കുക. ഇതാണ് മെയിൻ. അതായത് 5 മിനിറ്റ് നിങ്ങളൊന്ന് കിടക്കുക. കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താണ് ജോലി, നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണോ, വീട്ടിൽ പണിയെടുത്തോ, ഇപ്പം ഇങ്ങനെ, അതായത് എന്താണോ നിങ്ങൾ ചെയ്യുന്ന ജോലി അത് ചെയ്യുക. പക്ഷെ ചായ കുടിക്കാനായിട്ട്, ഇനി ചായ കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 11:30, 11:30 ആകുമ്പോൾ നിങ്ങൾ ചായ കുടിക്കുക. അതായത് 11:30 എന്ന് പറയുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ചായ കുടിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയോ നിങ്ങളുടെ വയറുവേദനയോ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആ വയറുവേദന കുറഞ്ഞു വരും. ഇത് എൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒന്നും കഴിക്കാതെ, ഞാൻ +2 വരെ കാണിച്ച മണ്ടത്തരം ചെയ്ത് വെക്കരുത്. കാരണം ഒന്നും കഴിക്കാതെ വേദന സഹിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ, അങ്ങനെയല്ല. കാരണം നമുക്ക് ഫുഡ് കൊണ്ട് തന്നെ, അപ്പോൾ ഒത്തിരി പെൺകുട്ടികൾ പെയിനായത് കൊണ്ട് എവിടെയും പോകാൻ പറ്റാണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത്. കാരണം ചിലവർ ടാബ്ലറ്റ് കഴിക്കും, എന്തെങ്കിലും മരുന്ന് കുടിക്കും. പിന്നെ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ കാണും, എന്താ കുറച്ച് വെള്ളത്തിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഇട്ട് കലക്കി കുടിക്കുമ്പോൾ മഞ്ഞപ്പൊടി പിന്നെ കറുകപ്പട്ട, ഇതൊക്കെ എഫക്റ്റീവാണ്. പക്ഷേ എന്നാൽ കൂടിയും ഇതൊന്നും കഴിക്കാതെ തന്നെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു സമയത്ത് എങ്ങനെ നോക്കാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ കുടിക്കാം എന്നുള്ളതല്ല. അപ്പം ശരിയായ ഭക്ഷണക്രമത്തിലൂടെ നമ്മുടെ പെയിനിനെ ക്രമീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതെല്ലാവർക്കും എന്താ പറയുക എഫക്റ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ എനിക്ക് എഫക്റ്റീവാണ്. അപ്പോൾ എന്നെപ്പോലെ ഉള്ള കുറച്ച് പേർക്ക് ഇത് എഫക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെ വയറുവേദനയും ഛർദിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒന്നും കഴിക്കാതിരിക്കുന്നതിനേക്കാളും, അതായത് ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക, കഴിക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ കഴിക്കുന്ന ആ ഒരു അളവിലല്ല അന്ന് നിങ്ങൾ കഴിക്കേണ്ടത്. കാരണം കുറച്ചും കൂടി ഒത്തിരി കഴിക്കുക, എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഇരട്ടി കഴിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കയ്യിൽ ചോറാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് 2 കയ്യിൽ ചോറും അതിൻ്റെ കറിയുമായിട്ട് അങ്ങ് കഴിക്കുക. ഇറക്കാൻ പറ്റുന്ന കണ്ണ് ചിമ്മി അങ്ങനെ ഇറക്കി കഴിക്കുക. നല്ലോണം വയറ് നിറയുക എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നിച്ച് 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ നാരങ്ങ വെള്ളം, അതുപോലെ അങ്ങനെ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കുക. അതാണ് മെയിൻ. നാരങ്ങ വെള്ളം കുടിക്കുക, ഇതിങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുടിക്കുക. ഒത്തിരി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതേപോലെ പീരിയഡ്സ് റിലേറ്റഡും അതർ ഗേൾസിൻ്റെ റിലേറ്റഡ് എങ്ങനത്തെ വീഡിയോ ആണെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കൊണ്ട്
നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇത് ഉപകാരമായിട്ടുണ്ടാകും. കാരണം ഒന്നും കഴിക്കാണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഒത്തിരി ഫുഡ്സ് കഴിക്കുക. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, ഇത് എന്തായിരിക്കും ഇതെനിക്ക് എഫക്റ്റീവ് ആവുമെന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതുപോലെ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് എഫക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു ഫുഡ് പോലും കഴിക്കാണ്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം നമ്മൾ ഒത്തിരി ഫുഡ് കഴിക്കുന്നതിലൂടെയും നമുക്ക് കുറച്ചൊക്കെ പെയിനെ ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ കുറേ ആരും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ആയ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പം സീ യു. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. കാരണം ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പീരിയഡ്സ് ടൈമിലുണ്ടാവുന്ന വേദനകളും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും ഷെയർ ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഒത്തിരി പേര് ഇന്നത്തെ കാലത്ത് ഒത്തിരി പെൺകുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഇരിക്കുന്നത്. കാരണം കോളേജിലൊക്കെ പോകുമ്പോൾ ഞാനും ഒത്തിരി ഇങ്ങനെ വേദനിച്ചിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് എന്താ പറയുക, എനിക്കിതിന്ന് കുറച്ച് ഭേദം ആവാറുണ്ട്. ഞാൻ ലീവ് എടുത്തിരിക്കാറുണ്ട് വീട്ടിൽ. കാരണം അതെനിക്ക് കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഇനിയും ഇതുപോലത്തെ റിലേറ്റഡ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.